നമ്മൾ എന്തെങ്കിലും അടയാളപ്പെടുത്തിയിട്ട് വേണം തിരികെ പോകാൻ. നമ്മൾ മരിച്ചാലും 10 പേരെങ്കിലും നമ്മളെ ഓർക്കണം, നമുക്ക് വേണ്ടി 2 പേരെങ്കിലും കണ്ണീർ പൊഴിക്കണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു എന്റെ പ്രിയ സുഹൃത്തിന്. നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണോ നിങ്ങൾ ജീവിച്ചു തീർക്കുന്നത്? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു കഥ. വ്യക്തമായി കേൾക്കൂ. എന്റെ ഒരു സുഹൃത്തിന്റെ അനുഭവ കഥയാണ്. കുട്ടിക്കാലം മുതലേ അവന്റെ ആഗ്രഹം വലിയൊരു പട്ടാളക്കാരൻ ആവുക എന്നതായിരുന്നു. അതിന്റെ ലക്ഷ്യം ഒന്ന് മാത്രം, നമ്മുടെ ഈ ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു. പട്ടാളക്കാരനാകുവാനായി ട്രെയിനിങ് ഉൾപ്പെടെ എല്ലാ വിധത്തിലുമുള്ള പരീക്ഷണങ്ങൾ അവൻ ഏറ്റെടുത്തു നടത്തി വിജയിച്ചു. അവസാന നിമിഷത്തിൽ അവന് പട്ടാളക്കാരനാവാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി അവൻ ഒരു പ്രവാസിയാണ്. ഗൾഫിലാണ് അവനിപ്പോൾ. എന്തുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കാതെ പോകുന്നത്? പട്ടാളക്കാരനാവാൻ ആഗ്രഹിച്ച എന്റെ കൂട്ടുകാരനെ പോലെ ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളുടെ ബാണക്കെട്ടുമായി അതും തോളിലേന്തി അവൻ ഗൾഫിലേക്ക്. എനിക്കുമുണ്ടായിരുന്നു ഇതുപോലെ ധാരാളം ആഗ്രഹങ്ങൾ. ഒരിക്കലും നടക്കാത്ത, ഇനി ഒരിക്കലും നടക്കാൻ ഇടയില്ലാത്ത ആഗ്രഹങ്ങൾ. ഒരു അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട. ഈ ഒരു കാര്യം പറയാൻ കുറച്ചൊക്കെ അച്ചടി ഭാഷ പരീക്ഷിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. പുസ്തകം വായിക്കുന്നത് പോലെ നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കാൻ എനിക്കറിയില്ല. അഭിനയിക്കാൻ അറിയാത്തവരാണ് നമ്മൾ മനുഷ്യർ. സ്കൂൾ കാലഘട്ടം മുതലേ എന്റെ കൂട്ടുകാരന് പട്ടാളക്കാരനാവാൻ വലിയ ആഗ്രഹം തന്നെയായിരുന്നു. കുട്ടിക്കാലം മുതലേ പട്ടാളക്കാരുടെ വീരസാഹസിക കഥകൾ എന്നെ പറഞ്ഞു കേൾപ്പിച്ച് എന്നെയും അതിലേക്ക് നയിച്ചിരുന്നു അവൻ. പട്ടാളം എന്നത്, സോൾജിയർ എന്നത് അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അവന്റെ മനസ്സിൽ ഉറച്ച ഒരു ചിന്ത തന്നെയാണ്. മിസ്റ്റർ സോൾജിയർ ബോയ് എന്നാണ് ഞങ്ങൾ എല്ലാവരും അവനെ ഓമന പേരിൽ വിളിക്കുന്നത്. പ്രവാസിയായിട്ടും ഇപ്പോഴും അത്തരം ചിന്തകൾ അവന്റെ മനസ്സിലുണ്ട്. അതിനൊരു കുറവും വന്നിട്ടില്ല. കാശ്മീരിലേക്കോ ശ്രീനഗറിലേക്കോ പോയി ആ ലോകം കാണാനോ യാത്രകൾ ചെയ്യാനോ ആ മഞ്ഞ് ആസ്വദിക്കാനോ വേണ്ടി ആയിരുന്നില്ല. ഇന്ത്യക്കാർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചിലതെങ്കിലും ചെയ്യണം. നമ്മൾ മരിക്കുന്നതിന് മുൻപ് ചിലതെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം. നമ്മൾ എന്തെങ്കിലും അടയാളപ്പെടുത്തിയിട്ട് വേണം തിരികെ പോകാൻ. നമ്മൾ മരിച്ചാലും 10 പേരെങ്കിലും നമ്മളെ ഓർക്കണം, നമുക്ക് വേണ്ടി 2 പേരെങ്കിലും കണ്ണീർ പൊഴിക്കണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു എന്റെ പ്രിയ സുഹൃത്തിന്. അവന്റെ ആഗ്രഹങ്ങൾ നടക്കാത്തത് കുടുംബ പ്രാരാബ്ധങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന പുത്രനായിരുന്നു അവൻ. അവനെപ്പോലെ അവന് മാത്രമേ ആകാൻ കഴിയൂ. അവനെപ്പോലെ ത്യാഗം ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല എന്നൊരു ചിന്തയും എനിക്കുണ്ട്. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അവനോട് ബഹുമാനമുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്കും ആയിരം ആഗ്രഹങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ ത്യജിക്കാതെ ആഗ്രഹങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് പോകൂ. ഒരു ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാൻ നിങ്ങൾക്കായി ചിലരെങ്കിലും ഉണ്ടാവും. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. എന്റെ മറ്റൊരു സുഹൃത്തിന് അവന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ അഗാധമായ പ്രണയമായിരുന്നു. ആ പെൺകുട്ടിക്ക് തിരിച്ച് പ്രണയമുണ്ടോ എന്ന് പോലും അവനെ അറിയില്ല. ഇപ്പോഴും അവനെ പെൺകുട്ടിക്കായി കാത്തിരിക്കുന്നു. പെൺകുട്ടി അവനെ ഒരു ശല്യക്കാരനായിട്ട് മാത്രമാണ് കണ്ടിരിക്കുന്നത്. എന്നാലും അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ പെൺകുട്ടിക്ക് ദേവതയുടെ സ്ഥാനമാണ്. ഇതുപോലെയല്ലേ നമ്മുടെ ആഗ്രഹങ്ങളും? നടക്കാത്ത ആഗ്രഹങ്ങളോ നടക്കുന്ന ആഗ്രഹങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നത് ഒരു പാഴ്വാക്ക് മാത്രമാണ്. നമ്മുടെ കൂടെ നമ്മൾ മാത്രമേ ഉണ്ടാകൂ. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വില നൽകുന്ന 1-2 പേരും അവർക്കൊപ്പം സഞ്ചരിക്കൂ. നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരൂ. എല്ലാവരുടെ ആഗ്രഹങ്ങളും നടത്തുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.